ദൈവരാത്രിയിൽ സംസാരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന മലയുടെ മുകളിൽ കൊണ്ടുവന്ന് എനിക്ക് ഹോമയാഗം കഴിക്കണം. ഭാര്യയോട് ചോദിച്ചില്ല, വേലക്കാരോട് ചോദിച്ചില്ല, സ്വന്തം മോനോട് പോലും അനുവാദം. അബ്രഹാം ആരോടും ചോദിച്ചില്ല. ഭാര്യയോട് ചോദിച്ചോ? നാളെ ഞാൻ ആരാധിക്കാൻ പോട്ടെന്ന് ചോദിച്ചോ? മോനോട് ചോദിച്ചോ? നിന്നെ ഞാൻ യാഗം കഴിക്കട്ടോ എന്ന് ചോദിച്ചില്ല. മോറിയ ദേശത്ത് എത്തി. ബാല്യക്കാരെയൊക്കെ താഴെയാക്കിയിട്ട് ദൈവം കാണിച്ച മലയുടെ മേളിലോട്ട് കയറി. കയറുന്ന സമയത്ത് കൊച്ചിൻ്റെ കയ്യിലോട്ട് എന്തെടുത്തു കൊടുത്തു? വിറകെടുത്തു കൊടുത്തു. വിറക് കൊച്ചിൻ്റെ തോളിയിരിക്കുന്നു, കത്തിയും തീയും അപ്പൻ്റെ കയ്യിലിരിക്കുന്നു. മേളിലോട്ട് കയറുമ്പോൾ മോനൊരു ചോദ്യം ചോദിച്ചു. അപ്പൻ്റെ ചങ്കിനെ തുളയ്ക്കുന്ന ചോദ്യമാണ്. തീയുണ്ട്, വിറകുണ്ട്. ആരാധന എന്താന്ന് അറിയാവുന്ന ഇസഹാക്കിനെ ചോദിക്കുന്ന ന്യായമായ ചോദ്യം അല്ലേ? ആരാധന ഇസഹാക്കിന് അറിയാം, അപ്പൻ പഠിപ്പിച്ചിട്ടുണ്ട്. മേലിലോട്ട് കയറിയപ്പോ ചോദിച്ച ചോദ്യം കേട്ടിട്ട് അപ്പന്റെ ചങ്ക് തകർന്നു കാണും അല്ലേ? ഒറ്റ മറുപടി, ദൈവം നോക്കിക്കൊള്ളും. ചങ്ക് തകർന്നിരിക്കുമ്പോഴും ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയാൻ പറ്റുമോ? നിന്റെ ഓരോ ചുവടുകളും, സ്തോത്രം, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിൻ്റെ ചുവടുകളാണെന്ന് നിനക്കറിയാം. പക്ഷെ ആ വലിയ നഷ്ടത്തിലും വിളിച്ചു പറയാൻ പറ്റുമോ ദൈവം നോക്കിക്കൊള്ളുമെന്ന്? പറഞ്ഞു അബ്രഹാം, ദൈവം നോക്കിക്കോളും. മേളിലെത്തി, യാഗപീഠം പണിതു, വിറകടുക്കി, മോന്റെ കൈയും കാലും കെട്ടി പുറത്ത് കിടത്തുമ്പോൾ അപ്പോഴും അവന് മനസ്സിലായി, ഇവിടെ യാഗവസ്തു ആരാ? ഞാൻ തന്നെ. അവൻ മിണ്ടിയില്ല. പക്ഷെ ഈ മകൻ അപ്പന്റെ മുമ്പിൽ താൻ യാഗവസ്തുവാന്നറിഞ്ഞിട്ടും തൻ്റെ കഴുത്തറുക്കുവാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും വായി തുറന്നൊന്നും പറഞ്ഞില്ല. അർത്ഥം എന്താണെന്നറിയോ? സ്തോത്രം, അപ്പൻ അനുസരിക്കുന്നവനായത് കൊണ്ട്. ആരെ? അപ്പൻ ദൈവത്തെ അനുസരിക്കുന്നവനാകൊണ്ട് മകൻ അപ്പനെ അനുസരിച്ചു. ദൈവത്തെ അബ്രഹാം അനുസരിച്ചാൽ നിന്നെ നിന്റെ മക്കൾ അനുസരിക്കും. അനുസരിക്കുന്ന ഈ മകൻ മൗനമായി ഒന്നും പറയാതെ സമർപ്പിക്കപ്പെട്ടവനായി കിടക്കുമ്പം അവൻ കത്തിയെടുത്തു. ആരാ? അപ്പൻ കത്തിയെടുത്തു. ഈ മകനെ അറുക്കുവാൻ വേണ്ടി കത്തി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുമ്പോ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, അബ്രഹാമേ, ബാലന്റെ മേൽ കൈ വയ്ക്കരുത്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിനക്കെതിരെ ഏത് കരം ഉയർന്നാലും ഇന്ന് ദൈവം വാഗ്ദത്തമുള്ള നിനക്കെതിരെ ഉയരുന്ന ഏതൊരു കരത്തെയും ദൈവം തടുക്കാൻ പോകുകയാണ്. നിനക്കെതിരെ വരുന്ന ഏത് വാളിനെയും ദൈവം ഇന്ന് തടുക്കാൻ പോകുകയാണ്. എനിക്കറിയില്ല ഈ ദൂത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നെങ്കിൽ എന്തോ ചില വാളുകളെ, എന്തോ ചില പ്രതികൂലങ്ങളെ, എന്തോ ചില പ്രതിസന്ധികളെ ഇന്ന് നിനക്കെതിരെ വരുന്ന, വാഗ്ദത്തമുള്ള നിനക്കെതിരെ വരുന്ന എന്തിനെയോ ദൈവം ഈ സമയം അതിനെ തടുക്കുന്നു.